ചിക്കനിലേക്ക് അരച്ചു വെച്ച പച്ചമുളക്, മല്ലിയില, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇത് അരമണിക്കൂർ മാറ്റിവെക്കുക. ശേഷം നന്നായി വേവിച്ച് മാറ്റിവെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണയൊഴിച്ച് ഉള്ളി ചേർത്ത് നന്നായി വഴറ്റുക. ഗോൾഡൻ കളർ വരുന്നത് വരെ വഴറ്റുക. അതിനുശേഷം അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് 5 മിനിറ്റ് കൂടി വഴറ്റുക. അതിനുശേഷം തക്കാളി ചേർത്ത് 3 മിനിറ്റ് കൂടി വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് ഇളക്കുക. 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർക്കുക. നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച ചിക്കൻ മസാലയിലേക്ക് ചേർത്ത് ഇറച്ചി ഇളകാതെ നന്നായി അടച്ചു വെച്ച് ചെറു തീയിൽ 5 മിനിറ്റ് കൂടി വെക്കുക. ഇപ്പോൾ മസാല തയ്യാറായി. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ച് അതിൽ ഏലക്കായ്, ഗ്രാമ്പൂ, കറുവപ്പട്ട എന്നിവ ചേർക്കുക. ഇതിലേക്ക് കഴുകി വെള്ളമൂറിയ അരി ചേർത്ത് ഇളക്കുക. ശേഷം ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് അടച്ചു വെച്ച് അരി വേവിക്കുക. വെള്ളം വറ്റിച്ചതിന് ശേഷം ചോറ് മാറ്റിവെക്കുക. ചോറ് തയ്യാറായതിന് ശേഷം നേരത്തെ മാറ്റിവെച്ച മസാലയുടെ മുകളിലേക്ക് ചേർത്ത് വെക്കുക. നിറത്തിന് വേണ്ടി റോസ് വാട്ടറിൽ മഞ്ഞൾ ചേർത്ത് അതിലേക്ക് കുറച്ച് തളിക്കുക. ശേഷം ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർക്കുക. പിന്നീട് ചെറുതീയിൽ 1 മിനിറ്റ് കൂടി വെക്കുക. ശേഷം ചോറും മസാലയും നന്നായി ഇളക്കി പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ സ്വാദിഷ്ടമായ ബിരിയാണി തയ്യാറായി.